വീണ്ടും ആ പ്രതിയെ കൊണ്ട് എങ്ങനെയാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇത് പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സുധാകരന്റെ വീട്ടിലേക്കടക്കം പ്രതിയെ കൊണ്ടുപോകുക. അതിനുശേഷം ചെന്താമരയുടെ വീട്ടിലും ഈ ആയുധങ്ങളടക്കം ആദ്യം എത്തിച്ച ചെന്താമരയുടെ വീട്ടിലെത്തിച്ച് രാഗി മിനുക്കിയ ശേഷമാണ് പ്രതി ഈ ആയുധങ്ങൾ പിന്നീട് കൊലപാതകത്തിന് ഉപയോഗിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ വീട്ടിലും തെളിവെടുപ്പുണ്ടാകും. അതിനുശേഷം പ്രതിയുടെ തറവാട് വീടുണ്ട്. ഇവിടെ വളരെ അടുത്ത് തന്നെയാണ്, ഏതാണ്ട് ഒരു 200 മീറ്റർ ഇപ്പുറത്താണ് പ്രതിയുടെ തറവാട് വീട്. ആ തറവാട്ട് വീട്ടിലേക്ക് വെച്ചിട്ട് പ്രതിയെ തെളിവെടുക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവിടെ വെച്ച് അവിടേക്കാണ് പ്രതി ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരുന്നതും പ്രതി പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നതും. അപ്പോൾ ഈ ഒളിവിൽ കഴിഞ്ഞ 2 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം അവിടേക്ക് പ്രതി എത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിനെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആളുടെ മുഖത്ത് യാതൊരു തരത്തിലുള്ള കുറ്റബോധമോ യാതൊരു തരത്തിലുള്ള ആശങ്കയോ ഒന്നും തന്നെയില്ല. വളരെ കൃത്യമായി വളരെ വ്യക്തമായി പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ നാടായിരുന്നു ഇത്, താൻ ഒരുപാടധികം കാലം ജീവിച്ച നാടായിരുന്നുവെന്നോ അത്തരത്തിലുള്ള ഒരു ആശങ്കയും പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പോലീസ് കാര്യങ്ങൾ ചോദിക്കുന്നു, അതിന് കൃത്യമായി പ്രതി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു തെളിവെടുപ്പ് എന്നുള്ളതാണ് പോലീസ് പറയുന്നതെങ്കിലും വളരെ വേഗത്തിൽ ഈ നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിലേ ഇക്കാര്യത്തിൽ സംഭവിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വളരെ വേഗത്തിൽ പോലീസ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എന്നിരിക്കെയും ഇനിയും പരിശോധനകൾ ഉണ്ടാകും. ഇവിടുന്ന് സ്വാഭാവികമായിട്ടും ഈ പ്രതിയുടെ തറവാട് വീട്ടിലേക്ക് കൂടി കൊണ്ടുപോകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രതിയുടെ വീട്ടിലേക്ക് ചെന്താമരയുടെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ചെന്താമരയുടെ വീട്ടിലാണ് ഈ ആയുധങ്ങൾ ഒളിപ്പിച്ചിരുന്നത്. അവിടെ വെച്ചാണ് പ്രതി ഈ ആയുധം രാഗി മിനുക്കി കൊലപാതകത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും നടത്തിയിരുന്നത് സ്വന്തം വീട്ടിൽ വെച്ചാണ്. അപ്പോ വീടിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അതായത് സുധാകരന്റെ മൃതദേഹം കിടന്നിരുന്ന സ്ഥലത്തെത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു പോലീസ്. ഇപ്പോൾ ചെന്താമരയുടെ വീടിനകത്തേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. അതിന് അവിടെ വെച്ച് ഈ ആയുധം നേരത്തെ വാങ്ങി സൂക്ഷിച്ചിരുന്നതാണ്. എലവഞ്ചേരിയിലെ ഒരു കടയിൽ നിന്നാണ് ഈ ആയുധം വാങ്ങി സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അത് നേരത്തെ എത്തിച്ചിരുന്നു. ഈ ആയുധത്തിന് മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു, മറ്റെന്തെങ്കിലും ആയുധം വാങ്ങിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം ഇപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെന്താമരയുടെ വീടിനകത്തേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം പ്രതിയും കൊണ്ട് കയറിയിട്ടുണ്ട്. എന്തായാലും അല്പസമയം നീണ്ടു നിൽക്കുക തന്നെയായിരിക്കും ഈ തെളിവെടുപ്പ് എന്നുള്ള കാര്യം ഉറപ്പാണ്. 2 ദിവസത്തെ കസ്റ്റഡിയുള്ളൂ. പ്രതിയിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെന്താമരയുടെ വീടിനകത്തേക്ക് അന്വേഷണ സംഘം പ്രതിയെ കൊണ്ട് കയറിയിരിക്കുകയാണ്. വീടിനകത്ത് കയറി കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പ്രതിയിൽ നിന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും ഈ ലക്ഷ്മിയുടെ മൃതദേഹം കിടന്ന ഇടത്തേക്ക് പ്രതിയെ എത്തിക്കുക. അതിനുശേഷം അവിടെ വെച്ച് മറ്റ് പരിശോധനകൾ കൂടി ഈ പ്രതി കുറ്റം നിർവഹിച്ച രീതി അടക്കം ചോദിച്ച് മനസ്സിലാക്കി പുനരാവിഷ്കരിച്ച് അയാളിൽ നിന്ന് വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ പ്രതിയുടെ തറവാട്ട് വീട്ടിലേക്ക് പ്രതിയെ കൊണ്ടുപോകുക. ഈ സ്ഥിരം അയാൾ ഈ നേരത്തെ സജിതയെ കൊലപ്പെടുത്തിയ സമയത്തും രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ തറവാട് വീട്ടിലേക്ക് എത്തിയപ്പോഴായിരുന്നു പ്രതി പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ, അതായത് പ്രതി കുറ്റകൃത്യം നടത്തി ഒളിവിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ ആദ്യ ദിവസം രാത്രിയിൽ സമാനമായ രീതിയിൽ ഈ ഭക്ഷണം കഴിക്കാനും മറ്റും അവിടേക്ക് എത്തിച്ചേർന്നിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കും പ്രതി എത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പ്രതി ഒളിവിൽ കഴിഞ്ഞ മലയിടുക്കിലേക്ക് ഇപ്പോൾ തെളിവെടുപ്പിന് പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം അത് വളരെ മുകളിലാണ്, അല്പം ദൂരം നടന്ന് അങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. പ്രതിയെയും കൊണ്ട് ഈ കാട്ടുവഴികളിലൂടെയൊക്കെ ഇത്രയധികം ദൂരം യാത്ര ചെയ്യുക എന്നുള്ളത് അത് സാധ്യമാകുന്ന ഒരു കാര്യമാണോ എന്നുള്ള സംശയം കൂടി പോലീസ് ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. അതിൽ കുറെ ആശങ്കകളുണ്ട്. ഈ പ്രതിയുടെ സുരക്ഷ സംബന്ധിക്കുന്ന ആശങ്ക കൂടി അക്കാര്യത്തിലുണ്ട്. നാട്ടുകാരുടെ ഭാഗത്തുള്ള പ്രതീക്ഷ നമുക്ക് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ആശങ്കകൾ കൂടി പോലീസിനുണ്ട്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ആ നടപടി ഒരു പക്ഷേ ഒഴിവാക്കാനാണ് സാധ്യത എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പ് ഏതാണ്ട് 15 മിനിറ്റോളമായി ഇങ്ങനെ സജീവമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതി നന്നായി അന്വേഷണ സംഘവുമായി സഹകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകേണ്ടുന്ന സാഹചര്യമില്ല. പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ പ്രതി കൃത്യമായി മറുപടികൾ നൽകുന്നുണ്ട്. 2 കൊലപാതകം താൻ നടത്തിയെന്ന് നേരത്തെ തന്നെ പോലീസിനോട് സമ്മതിച്ച പ്രതി അത് എങ്ങനെ നടപ്പാക്കി എന്നുള്ള കാര്യങ്ങൾ കൂടി, ആ രീതി കൂടി വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ. ഏതാണ്ട് 15 മിനിറ്റോളം പൂർത്തിയാവുന്നു ഈ തെളിവെടുപ്പ് ആരംഭിച്ചിട്ട്. സുധാകരന്റെ മൃതദേഹത്തിന് അരികിലേക്കാണ് ആദ്യം തന്നെ പ്രതിയെ, അതായത് സുധാകരന്റെ മൃതദേഹം കിടന്നിരുന്ന സ്ഥലത്തേക്കാണ് പ്രതിയെ ആദ്യം തന്നെ എത്തിച്ചത്. ആ നടപടി ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ ലക്ഷ്മിയുടെ മൃതദേഹം, അതായത് സുധാകരന്റെ അമ്മയുടെ മൃതദേഹം കിടന്നിരുന്ന ഇടത്തേക്കാണ് ഇപ്പോൾ പ്രതിയെ എത്തിക്കുന്നത്.
ഈ അമ്മ സുധാകരനെ ആക്രമിക്കുന്നത് കണ്ട് ആശങ്കയിൽ ഓടി വരികയായിരുന്നു. അപ്പോഴാണ് അവരെയും ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. പ്രതി അതിന് പോലീസിനോട് പറഞ്ഞൊരു കാര്യം, താൻ ഈ ലക്ഷ്മിയെ കൊലപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നില്ല, തന്റെ ലിസ്റ്റിൽ അവരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷേ സുധാകരനെ താൻ ആക്രമിക്കുന്നത് കണ്ട് തന്നെ ആക്രമിക്കാൻ ഈ അമ്മ വന്നപ്പോൾ അവരെ വരുത്തുകയായിരുന്നു എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുള്ള കാര്യം. ഈ റിമാൻഡ് റിപ്പോർട്ടിലും അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ലക്ഷ്മിയുടെ മൃതദേഹം കിടന്നിടത്തേക്ക് പ്രതിയെ എത്തിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പക്ഷേ ഈ പാടത്തേക്കായിരിക്കും പ്രതി രക്ഷപ്പെട്ട പാടത്തേക്കായിരിക്കും ഇപ്പോൾ പോകുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് പ്രതിയിൽ നിന്ന് രക്ഷപ്പെട്ടത്, ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് ഏത് രീതിയിലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രതിയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം. കൃത്യം നടത്തിയ ഉടനെ തന്നെ പ്രതി ഒരു പാടത്തൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവിടെ തന്നെ മൊബൈൽ ഫോണും ഉപേക്ഷിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു പ്രതി. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് അങ്ങനെ രക്ഷപ്പെടുന്നതിന് വേണ്ടി മറ്റാരുടെയെങ്കിലും സഹായങ്ങൾ ലഭിച്ചിരുന്നു, ആ സമയത്ത് മറ്റാരെങ്കിലും അവിടെ കണ്ടിരുന്നു, ആരുടെയെങ്കിലും സാന്നിധ്യം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം ഇപ്പോൾ ഇതാ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ തെളിവെടുപ്പ് ആരംഭിച്ചതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പോലീസിനോട് വളരെ നന്നായി തന്നെ പ്രതി സഹകരിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക്, കൂടുതൽ ചോദ്യങ്ങളിലേക്ക് അവർക്ക് കടക്കേണ്ടി വരുന്ന സാഹചര്യമില്ല. വളരെ വിശദമായി തന്നെ ചോദ്യങ്ങൾക്ക് പ്രതി മറുപടി നൽകുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ പ്രതിയും കൊണ്ട് പാടത്തേക്ക് ഇറങ്ങുകയാണ്.